എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറയുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ തന്നെ ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ. ഇനി നമുക്ക് പുതിയ കഥയിലേക്ക് പോയാലോ. ഉറക്കത്തിൽ ഏതോ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന സീനു വെള്ളം കുടിക്കാനായി ബോട്ടിൽ നോക്കി. കൊണ്ടുവച്ച വെള്ളം തീർന്നിരിക്കുന്നു. അവൾ എഴുന്നേറ്റ് ഡോറ് തുറന്ന് കിച്ചണിലേക്ക് നടന്നു. വെള്ളവും എടുത്ത് തിരിച്ചു വരുന്ന വഴി സിറ്റൗട്ടിൽ എന്തോ ഒരു അനക്കവും അടക്കിപ്പിടിച്ച ശബ്ദവും കേട്ടു. ആദ്യം കുറച്ച് പേടി തോന്നിയെങ്കിലും അവിടേക്കുള്ള കർട്ടൻ മാറ്റി അവൾ പുറത്തേക്കൊന്ന് നോക്കി. അരണ്ട വെളിച്ചത്തിൽ വ്യക്തമായല്ലെങ്കിലും അവൾ കണ്ടു. സിറ്റൗട്ടിൽ ഇരിക്കാനായി കെട്ടിയിട്ട സ്ലാബിന് മുകളിൽ അർദ്ധനഗ്നയായി കിടക്കുന്ന തൻ്റെ അമ്മായിയമ്മ. തിരിഞ്ഞു നിൽക്കുന്ന ആളാരാണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവൾക്ക് മനസ്സിലായി, അവളുടെ അമ്മായിയച്ഛൻ തന്നെ. അടക്കിപ്പിടിച്ച ചിരിയും സംസാരവുമാണ് അവിടെ. ഉപ്പയും ഉമ്മയും എന്താ പുറത്ത്? അവൾക്കൊരു നാണക്കേട് തോന്നി. ഇവർക്കിതൊക്കെ റൂമിലായാൽ പോരെ? തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ സീനു വീണ്ടും ഒന്ന് നിന്നു. എന്താണ് നടക്കുന്നതെന്ന് കാണാൻ അവൾക്ക് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റെ ശരീരം മുഴുവൻ ഉണരുന്നതായി അവൾക്കും തോന്നി. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുന്നേ ഗൾഫിലേക്ക് പോയതാണ് നൗഫൽ. തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും വികാരങ്ങളുമൊക്കെ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു പിന്നീട്. വിവാഹത്തിന് മുൻപ് ഫോണിലൂടെ വികാരങ്ങളൊക്കെ തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നൗഫലിന് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ്. പകൽ തനിക്കിവിടെ സമാധാനമായിട്ട് റൂമിൽ പോയൊന്നിരിക്കാനുള്ള സാഹചര്യവുമില്ല. പുറത്തെ അടക്കിയ സംസാരങ്ങളും ഞരക്കങ്ങളും അവളെ ആകെ ഉണർത്തിയിരുന്നു. നൗഫലിൻ്റെ ഉമ്മയ്ക്ക് പ്രായം 45 വയസ്സോളമുണ്ട്. ഉപ്പയ്ക്കാണെങ്കിൽ 60 അടുക്കുന്നു. എങ്കിലും ആരോഗ്യവാൻ തന്നെയാണ്. രാത്രി 10 കഴിഞ്ഞും കിച്ചൻ്റെ പണിയുണ്ടെങ്കിൽ ഉപ്പ വാതിൽക്കൽ വന്ന് വിളിക്കും. കഴിഞ്ഞില്ലേ ആമിന, മതി, ബാക്കി രാവിലെ ചെയ്യാം എന്ന് പറയും. കേൾക്കുന്നതും ഉമ്മ തന്നോട് പറയും, മതി മോളെ, ബാക്കി നാളെ ആകട്ടെ. ഇതും പറഞ്ഞ് അവർ പോകും. ഇടയ്ക്ക് പല ദിവസങ്ങളിലും താൻ കണ്ടിട്ടുണ്ട് അവർ തമ്മിലുള്ള കൊഞ്ചലും കുറുകലുമൊക്കെ. കാണുമ്പോൾ ശരിക്കും കൊതി തോന്നാറുണ്ട് താനും. 45 കഴിഞ്ഞെങ്കിലും ഒട്ടും ഉടഞ്ഞിട്ടില്ല ഉമ്മയുടെ കൊഴുത്ത ശരീരം. അതുതന്നെയാണ് വാപ്പയുടെ വീക്ക്നെസ്സും. ഓർത്തുകൊണ്ട് പുറത്തേക്ക് നോക്കി അവൾ ഞെട്ടി. തിരിഞ്ഞു നിൽക്കുന്ന ഉമ്മയെ പൊതിക്കുകയാണ് വാപ്പ, ചേർത്തു പിടിച്ച് വളരെ വേഗത്തിൽ. കുറച്ച് കഴിഞ്ഞതും ഉമ്മയെ പിടിച്ച് കാലകത്തി വെച്ച് സ്ലാബിന് മുകളിലേക്ക് ഇരുത്തി വീണ്ടും പണി തുടങ്ങിക്കഴിഞ്ഞു. ഞരക്കങ്ങളുടെ വേഗത കൂടി വരികയാണ്. പെട്ടെന്ന് സ്ലാബിലേക്ക് കിടന്ന ഉപ്പ ഉമ്മാനെ പിടിച്ച് മുകളിലേക്ക് ഇരുത്തുന്നു. കുറേ നേരം ഇത് പല രീതികളിലും തുടർന്നുകൊണ്ടിരുന്നു. ഈ മനുഷ്യന് എന്തൊരു ആരോഗ്യമാ, സീന മനസ്സിൽ പറഞ്ഞു. ഒടുവിൽ ഇരുവരും തളർന്നു വീണപ്പോഴേക്കും അവൾ വേഗം തന്നെ മുറിയിലേക്ക് തിരിച്ചു നടന്നു. മുറിയിൽ കയറി വാതിലടച്ച് കിടന്നെങ്കിലും ആ കാഴ്ച അവളുടെ കണ്ണിൽ നിന്നും തീരെ മറയുന്നില്ലായിരുന്നു. മുന്നിൽ അവർ രണ്ടും മാത്രം. അവൾ പതിയെ കൈ ചുരിദാറിൻ്റെ പാൻറ്റിനടുത്തേക്ക് കൊണ്ടുപോയി. അവളുടെ ശ്വാസഗതി കൂടി വന്നു. അവരുടെ കാര്യം ഓർത്തുകൊണ്ട് അവൾ സുഖിച്ചു. ഒടുവിൽ തളർന്നു കിടക്കുമ്പോൾ അവൾ അറിഞ്ഞു, ഇതല്ല തനിക്ക് ആവശ്യം. ആരോഗ്യമുള്ള ഒരു പുരുഷൻ്റെ സാമീപ്യം തന്നെയാണ്. അവൾക്ക് ഉറക്കം വന്നേയില്ല. രാവിലെ ഉണർന്നപ്പോൾ കുറച്ച് ലേറ്റായി താനും. കിച്ചണിലെത്തിയപ്പോഴേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആ വന്നോ മോളെ, എനിക്കിന്ന് വീട് വരെ ഒന്ന് പോകണം. ഇക്കട മോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തും പറഞ്ഞും കൊണ്ട് ധൃതിയിൽ ജോലി തീർത്തുകൊണ്ടിരുന്നു അവർ. അവൾ അവരെ തന്നെ നോക്കി നിന്നു. എന്നുമുള്ള അവരുടെ പതിവ് കൊണ്ടാവണം അവരുടെ മുഖത്തെ ഉന്മേഷത്തിൻ്റെ കാരണം. തിരിഞ്ഞു നിന്ന് ഉമ്മാനെ അവൾ നോക്കി. എന്തൊരു മുഴുപ്പാണ് അവരുടെ പിൻഭാഗത്തിന്. നൈറ്റിക്ക് മുകളിലൂടെ കാണുന്നതിലും ഇരട്ടിയുണ്ട്. അവൾ രാത്രിയിലത്തെ കാര്യം ഒന്ന് ഓർത്തു. എന്താ ഇങ്ങനെ നിൽക്കുന്നേ, ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ നോക്ക്. ഉമ്മയുടെ ശബ്ദം അവളെ ഉണർത്തി. ജോലിയൊക്കെ വേഗം തീർത്ത് അവരൊരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. സീനുവിന് എന്തോ ഉപ്പാൻ്റെ മുഖത്ത് നോക്കാനൊരു ജാള്യത പോലെ തോന്നി. പൊതുവേ വീട്ടിൽ ഷർട്ട് ധരിക്കില്ല പുള്ളി. രോമാവൃതമായ നെഞ്ചിലേക്ക് അവളൊന്ന് പാളി നോക്കി. ഉപ്പ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുകയായിരുന്നു. അടുത്തു തന്നെയാണ് ഉമ്മ ഇരിക്കുന്നത്. ഉമ്മയുടെ മുഖത്തൊരു കള്ളച്ചിരി കണ്ട സീനു ഒന്ന് പാളി നോക്കി. ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലൂടെ നോക്കി അവൾ കണ്ടു, ഉപ്പാൻ്റെ ഒരു കൈ ഉമ്മയുടെ തുടയിലാണ്. പുള്ളി അവിടെ ആകെ തടവുകയാണ്. ശരിക്കും സുഖിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക്. ഓഹോ, എന്നും ഇത് തന്നെയായിരിക്കും ഇവർക്ക് പണി. താനിതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. സമയം ഒരുപാടാകുന്നു എന്നും പറഞ്ഞ് ഉമ്മ ചാടി എഴുന്നേറ്റു. ഉമ്മ പുഴയിടത്തേക്ക് നോക്കിയിരിക്കുന്ന ഉപ്പായെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും മനഃപൂർവ്വം അവളത് ഒതുക്കി. അലക്കിയ തുണി വിരിച്ച് സീനു എത്തിയപ്പോഴേക്കും ആമിന റെഡിയായി നിന്നിരുന്നു. ഉപ്പ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല താനും. ഉപ്പ പോകുന്നില്ലേ, സീനു ചോദിച്ചു. ഇല്ല മോളെ, ഇക്കായ്ക്ക് ടൗണിൽ എന്തോ ആവശ്യത്തിന് പോകണമെന്ന്.
ഞാനൊരു ടാക്സി വിളിച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ആമിന ബാഗ് എടുത്ത് നടന്നു. ഗേറ്റിൽ ഒരു കാറിൻ്റെ ഹോൺ കേട്ടതും അവർ മൂവരും സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ആ വണ്ടി വന്നു, ഞാൻ ഇറങ്ങുവാണേ പറഞ്ഞുകൊണ്ട് ഉമ്മ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നിറങ്ങി. ഉപ്പ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അവൾ തിരിഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് നോക്കിയതും തലേന്നത്തെ സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൾ അകത്തേക്ക് കയറി. ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പതിയെ അവൾ റൂമിലേക്ക് തന്നെ നടന്നു. ഫോണെടുത്ത് നൗഫലിനൊരു മെസ്സേജ് അയച്ചു. ഇക്ക തിരക്കാണോ? 5 മിനിറ്റ് കഴിഞ്ഞാണ് റിപ്ലൈ വന്നത്. തിരക്കാ മോളെ, എന്താ വിശേഷിച്ചെന്തെങ്കിലും? ഒന്നുമില്ല, അവൾ അതും പറഞ്ഞ് ഫോൺ താഴെ വെച്ചു. വെറുതെ അങ്ങനെ ബെഡിൽ കിടന്നപ്പോൾ അവൾ ഓർത്തു, ഉപ്പ എന്തെടുക്കുകയാവും? ഒന്ന് നോക്കിയാലോ? ഒന്ന് നോക്കാം. അവൾ റൂമിൽ നിന്നും പെരിയെ ഇറങ്ങി മുറ്റത്തേക്ക് ചെന്നു. അവിടെങ്ങും അദ്ദേഹത്തെ കണ്ടതുമില്ല. തിരിച്ച് കയറി വന്നപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം പാതി ചാരിയിട്ടിരിക്കുന്നു. അവൾ പതിയെ ഡോറ് തുറന്ന് അകത്തേക്കൊന്ന് പാളി നോക്കി. അയാൾ കസേരയിലിരുന്ന് ഫോണിൽ എന്തോ കാണുകയാണ്. അവൾക്ക് തനിയെ നിയന്ത്രിക്കാനായില്ല. പതിയെ അവൾ ഡോറ് തുറന്ന് അയാളുടെ പിറകിലൂടെ ചെന്ന് നോക്കി. ഫോണിൽ ഒരു മദാമയും സായിപ്പുമാണ്. പണി നടക്കുകയാണ്. അവരുടെ കാര്യം സാധിക്കുന്ന വീഡിയോ കാണുവാണ് ഉപ്പ. അവൾ പിറകിലൂടെ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് മുട്ടിയിരുമി നിൽക്കാനാണ് തോന്നിയത്. എങ്കിലും അവൾ നിയന്ത്രിച്ചു. അടുത്തു ചെന്ന് കസേരയുടെ പുറകിൽ ചെന്ന് ചെവിയിലേക്ക് മാത്രമായി ചോദിച്ചു, ആഹാ, ഇതാണോ ഇവിടെ ഒറ്റയ്ക്കിരുന്ന പരിപാടി? അവളുടെ ചോദ്യം കേട്ടതും അയാൾ ഞെട്ടി ഫോൺ മാറ്റി പിടിച്ചു. അത് മോളെ, അയാൾ വിൽക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് കസേരയ്ക്ക് പിറകിലൂടെ കുനിഞ്ഞ് അയാളുടെ തോളിലേക്ക് മുഖം ചേർത്തു. ഉമ്മയില്ലാത്തപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്നെ കൂടി വിളിച്ചൂടെ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, എന്നെ മറക്കരുത് കേട്ടോ. അവളുടെ ചുണ്ടുകൾ ഇതും പറഞ്ഞ് അയാളുടെ കഴുത്തിലൂടെ ഇഴയാൻ തുടങ്ങി. അവൾ ഒന്നുകൂടി അയാളോട് ചേർന്നു. ഇപ്പോൾ മാറിടങ്ങൾ അവൾ മനഃപൂർവ്വം അയാളുടെ മുതുകിലേക്ക് അമക്കി. അടക്കി വെച്ചിരുന്ന വികാരങ്ങളൊക്കെയും തന്നെ പുറത്ത് ചാടിക്കുകയായിരുന്നു അവൾ. അവളിൽ നിന്നും അതൊക്കെ പുറത്ത് ചാടുകയായിരുന്നു എന്ന് പറയാം. ഒരു പുരുഷനാൽ തൻ്റെ വികാരങ്ങളൊക്കെയും അണപൊട്ടി ഒഴുക്കാനായി അവൾ വെമ്പി നിൽക്കുകയായിരുന്നു. അവൾ ശരിക്കും കൊതിക്കുകയായിരുന്നു. ഒരു പുരുഷൻ്റെ കൈകളാൽ താൻ തഴുകപ്പെടാനും താലോലിക്കപ്പെടാനുമായിട്ട് കൊതിച്ചു നിൽക്കുന്ന അവൾ അയാളിലേക്ക് അമരാൻ തുടങ്ങി. ആദ്യത്തെ ആ ഞെട്ടലിന് ശേഷം അയാൾ പതിയെ ഫോൺ ടേബിളിലേക്ക് വെച്ചു. തലചരിച്ചു നോക്കി അയാൾ ആകെ വല്ലാതെയായി. കുനിഞ്ഞു നിൽക്കുന്ന സീനയുടെ മുഴുത്ത മാറിടങ്ങൾ പകുതിയും വെളിയിലായിരിക്കുന്നു. ചാലുകൾക്കിടയിലൂടെ വിയർപ്പ് പൊടിഞ്ഞിറങ്ങുന്നു. അയാൾക്കത് നക്കിയെടുക്കാനാണ് തോന്നിയത്. അയാൾ ഓർത്തു, ആമിനയുടേതുപോലെയല്ല, പെണ്ണിൻ്റെ കരിക്ക് ഒട്ടും ഉടഞ്ഞിട്ടില്ല. കെട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അവനിവിടെ ഇല്ലാഞ്ഞതുകൊണ്ടാവാം ഇതൊന്നും ഇത്രയും നാളായിട്ടും ഉടയാഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളമായിട്ടും പെണ്ണിനെ ഞാനിങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ഇതുവരെയും ശ്രദ്ധിച്ചിട്ടുമില്ല. നല്ല ആഞ്ഞ സാധനം തന്നെ. പെട്ടെന്ന് അയാൾ നാക്കുകൊണ്ട് ചാലിലൂടെ ഇഴയ്ക്കാൻ തുടങ്ങി. ഷോക്കടിച്ചതുപോലെ അവളൊന്ന് പുളഞ്ഞു. ആദ്യമായായിരുന്നു അവൾക്ക് അങ്ങനെ ഒരു അനുഭവം. ആവേശത്താലും തെറിച്ചു വന്ന വികാരത്താലും ശരീരത്തിൻ്റെ നിറഞ്ഞ ആർത്തിയാലും തന്നെ അവൾ പരിസരം മറന്ന് അയാളുടെ തല തന്നിലേക്ക് ചേർത്ത് അമക്കി ഞെരിച്ചു.